നമസ്കാരം, എല്ലാവർക്കും മൈ മെന്റർ PSC സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ CPO ഡേറ്റ് അനൗൺസ് ആയിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ജൂലൈ 19, ജൂലൈ 26 തീയതികളിലാണ് CPO എക്സാം നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഏതാ, കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കോഴ്സിൽ അല്ലേ, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തുള്ള കാരണം നിങ്ങൾക്ക് വേണ്ട പ്രത്യേക സ്പെഷ്യൽ മെറ്റീരിയൽസ് എല്ലാം അതിനകത്ത് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 10 മാർക്കുണ്ട് നമുക്ക് CPOയിൽ. അതിലെ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ എല്ലാം നമ്മൾ ഇതിനകത്ത് തരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, കേരളത്തിലെ പ്രധാന പുരസ്കാരങ്ങളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ പുരസ്കാരം ഉണ്ടാവും, കേന്ദ്ര പുരസ്കാരങ്ങളുണ്ടാവും. നല്ലൊരു ക്ലാസ്സാണ്, ശ്രദ്ധയോടെ ഇരിക്കുക, പോയിന്റ് നോട്ട് ചെയ്ത് പഠിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രധാന പുരസ്കാരങ്ങളിൽ ഫസ്റ്റ് നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എഴുത്തച്ഛൻ പുരസ്കാരം. ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം? നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ഹെഡിങ് തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. മറക്കരുത്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ എന്തിനാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് എന്തിനാണ്? അത് സമഗ്ര സംഭാവനയ്ക്കാണ്, പ്രത്യേകിച്ചൊരു കൃതിക്കല്ല, സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു ബേസ് കാര്യം തന്നെയാണ്. ആരംഭിച്ച വർഷം 1993. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം 1993. ആദ്യ ജേതാവ് ആരാണ്? ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. അറിയാം, 93-ലാണ് അല്ലേ. സമ്മാനത്തുക നമുക്കറിയാം 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് നമ്മൾ പറഞ്ഞു. എങ്കിൽ ആദ്യ വനിത ആര് എന്ന ചോദ്യം 95-ല് ബാലാമണിയമ്മ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അത് ആദ്യം കിട്ടിയ വ്യക്തിയെ പഠിച്ചു. ആദ്യം കിട്ടിയ വനിത ആരാണ്? ബാലാമണിയമ്മ. 1995-ലാണ്. നമുക്കിപ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ, നിലവിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? നിങ്ങൾ പഠിക്കുന്ന വർഷം പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എത്രാമത്തേത് എന്ന് പഠിക്കുന്നത്. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ മറക്കരുത്, 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. NS മാധവനാണ് 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അപ്പോൾ 2024-ലെ 24 എന്ന വർഷം ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ 32 ഉണ്ടാകും. മറക്കരുത്, NS മാധവൻ. എങ്കിൽ തൊട്ട് മുമ്പിൽ 2023 31-ാമതാരാണ്? SK വസന്തൻ. SK വസന്തൻ. അപ്പോൾ ഇവിടെ അറിയാം NS മാധവൻ എന്ന വ്യക്തി അറിയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഹിഗ്ഗുറ്റ എന്ന കൃതിയെ ഓർമ്മിച്ച് വയ്ക്കുക. ഹിഗ്ഗുറ്റ. അപ്പോൾ NS മാധവൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഹിഗ്ഗുറ്റ എന്ന് മറക്കരുത് കേട്ടോ. ഹിഗ്ഗുറ്റ. അതുപോലെ ഇദ്ദേഹത്തിന് ഉള്ളൊരു പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് പഞ്ചകന്യകകൾ. ഹിഗ്ഗുറ്റയുണ്ട്, പഞ്ചകന്യകകൾ മറക്കരുത്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഭീമച്ചൻ എന്നൊരു കൃതിയുണ്ട്, ഭീമച്ചൻ. അപ്പോൾ ഹിഗ്ഗുറ്റ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹിഗ്ഗുറ്റ ഓർത്ത് വയ്ക്കുക. ഹിഗ്ഗുറ്റ, NS മാധവൻ. അപ്പോൾ നമ്മുടെ 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. ഓക്കെ അല്ലേ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, വയലാർ അവാർഡ്. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പുരസ്കാരമാണ് വയലാർ അവാർഡ്. ഏർപ്പെടുത്തിയ വർഷം 1977-ലാണ്. അപ്പോൾ വയലാർ അവാർഡ് 1977-ലാണ്. ആദ്യ ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. ഇത് നമുക്കറിയാം അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. 47ാമത് വയലാർ അവാർഡ്. എപ്പോഴും പഠിക്കേണ്ടത്, നിർബന്ധമായും പഠിക്കേണ്ടത് എണ്ണം പഠിക്കുക. നിർബന്ധമായും എണ്ണം പഠിക്കുക. 47ാമത് വയലാർ അവാർഡ് 2023 വിജയ് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. കൃതി ജീവിതം ഒരു പെൻഡുലം. എങ്കിൽ നമ്മുടെ നിലവിലെ കറണ്ട് അഫെയറായ 48ാമത് 2024-ലെ 48ാമത് വയലാർ അവാർഡ്, എപ്പോഴും ഓർക്കുക എണ്ണം, 48ാമത് വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ എന്ന വ്യക്തിയുടെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. കാട്ടൂർ കടവ്. ഓക്കെ, അപ്പോൾ ഈ അശോകൻ ചെരുവിൽ എന്ന വ്യക്തി ആരാണ്? അശോകൻ ചെരുവിൽ ഇദ്ദേഹമാണ് നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ.
കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അശോകൻ ചെരുവിൽ എന്ന് ഓർമ്മിക്കുക. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ നമുക്കറിയാം ആരാണ്? കെ സച്ചിദാനന്ദനാണ്. വൈസ് ചെയർമാനാണ് അശോകൻ ചെരുവിൽ. അപ്പോൾ ഇത് ഓർമ്മിക്കുക. സമ്മാനത്തുക, വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്ര രൂപയായിരിക്കും? എഴുത്തച്ഛൻ നമ്മൾ 5 ലക്ഷം എന്ന് പഠിച്ചു എങ്കിൽ വയലാർ 5 ലക്ഷം, വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ 5 ലക്ഷം രൂപയാണ്, വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണെന്ന് ഓർമ്മിക്കുക. 1 ലക്ഷം രൂപയാണ് വയലാർ അവാർഡ്. ക്ലിയർ ആണോ? അപ്പോൾ വിജയികളെ എഴുതുക, വിജയികളുടെ എണ്ണവും എഴുതുക. ഇതാ വരുന്നു ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നമുക്കറിയാം ഇത് നൽകുന്നത് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്. ജി ശങ്കരക്കുറുപ്പ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണാർത്ഥം ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. നമുക്കറിയാം ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഓടക്കുഴൽ എന്ന കൃതിക്കാണല്ലോ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ഓടക്കുഴൽ എന്ന കൃതിയുടെ ഈ പുരസ്കാരത്തിന് നൽകിയിരിക്കുന്ന ഓടക്കുഴൽ പുരസ്കാരം അതുപോലെ നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. സമ്മാനത്തുക 30,000 രൂപ. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 30,000 രൂപ. മറക്കരുത്, 30,000. ആദ്യ ജേതാവ്, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ആദ്യ ജേതാവ് 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് തുളസി രാമായണം എന്ന് പഠിച്ചാലും നിങ്ങൾ അറിയേണ്ടത് 1968 ഓടക്കുഴൽ നൽകി ആദ്യമായിട്ട്. ആ വ്യക്തിയുടെ പേര് ബാലകവി രാമൻ എന്ന വ്യക്തിയാണ്. ഇത് മനസ്സിൽ വെച്ചേക്കുക. 68 ബാലകവി രാമൻ അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് വിവർത്തന കൃതിയുണ്ട്. അതിൻ്റെ പേരാണ് നാരായണീയം. പക്ഷേ ഒഫീഷ്യലി ഇതാണ് അറിയപ്പെടുന്നത്. ഏതാണ്? വെണ്ണിക്കുളം. നിങ്ങൾ ഓപ്ഷൻ നോക്കി ആൻസർ എഴുതുക. ആദ്യ ജേതാവെന്ന് വെച്ചിട്ട് ബാലകവിയുടെ പേരുണ്ടെങ്കിൽ അതേ എഴുതാവൂ. അത് കഴിഞ്ഞ് വെണ്ണിക്കുളം ഓർമ്മിച്ച് വയ്ക്കണേ. പക്ഷേ നമ്മൾ ഒഫീഷ്യലി ഇവിടെ മറ്റത് തമിഴ് വിവർത്തനമാണേ, അത് ഓർമ്മിച്ചോളൂ. ഇനി 2023 53ാമത്, നിങ്ങൾ ഇപ്പോൾ എഴുതി പഠിക്കുകയാണെങ്കിൽ എണ്ണം എഴുതി പഠിച്ചോളുക. 53ാമത് പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. എങ്കിൽ 2024 54ാമത് പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ. അത് ഗോപ എന്ന കൃതിക്കാണ്. ഗോപ. മറക്കരുത്, ഓടക്കുഴൽ പുരസ്കാരം ചോദിക്കും. ഇത്രയുമാണ് ബേസ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യ ജേതാവിനെ മാത്രമാണ് ഞാൻ പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത 3 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓടക്കുഴൽ, എഴുത്തച്ഛൻ, വയലാർ. അടുത്ത് കുറച്ച് ചെറിയ പുരസ്കാരങ്ങളാണ്. ONV സാഹിത്യ പുരസ്കാരം. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന പുരസ്കാരങ്ങളാണ്, ഇന്നലെ പറഞ്ഞു പോവാം. 2023 കിട്ടിയത് C രാധാകൃഷ്ണനാണ്. ONV സാഹിത്യ പുരസ്കാരം 2023 C രാധാകൃഷ്ണനും 24 പ്രതിഭ റായ്. പേര് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ചെറിയ പുരസ്കാരങ്ങളാണ്. അതുപോലെ തന്നെ കടമ്മനിട്ട പുരസ്കാരം കഴിഞ്ഞ വർഷം കിട്ടിയത് റഫീഖ് അഹമ്മദ്, ഗാനരചയിതാവായ റഫീഖ് അഹമ്മദ്. ഈ കടമ്മനിട്ട പുരസ്കാരം എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കടമ്മനിട്ട പുരസ്കാരം കവിതയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. കടമ്മനിട്ട പുരസ്കാരം. ഇത് ആരംഭിച്ച വർഷം 2015ലാണ്. കടമ്മനിട്ട 2 പുരസ്കാരമുണ്ട് കേട്ടോ. കടമ്മനിട്ട പുരസ്കാരമുണ്ട്, കടമ്മനിട്ട സാഹിത്യ പുരസ്കാരമുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്നത് വെറും കടമ്മനിട്ട പുരസ്കാരം. തെറ്റിക്കരുത്. കടമ്മനിട്ട എവിടെ കണ്ടാലും ഇത് എഴുതരുത്. കടമ്മനിട്ട പുരസ്കാരം കവിതയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് 2015 ഓക്കെ ആദ്യമായിട്ട് നൽകിയത് 2015ലാണ്. ഓക്കെ, അപ്പോൾ 2024 റഫീഖ് അഹമ്മദ്, 25 എം ലീലാവതിയാണ് കടമ്മനിട്ട പുരസ്കാരത്തിൻ്റെ ജേതാവ്. സമ്മാനത്തുക ഒരു വെറൈറ്റി സമ്മാനത്തുകയാണ്. 55,555 55,555 രൂപയാണ് കടമ്മനിട്ട പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്നറിയുക. ഓക്കെ ആണോ? അപ്പോൾ കടമ്മനിട്ട കവിതയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2015 ആരംഭിച്ചു. ഇതാ വരുന്നു ഹരിവരാസനം പുരസ്കാരം. നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെ, മകരവിളക്ക് ആ ദിവസമാണ് ഇത് നൽകുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഹരിവരാസനം പുരസ്കാരം 23 ശ്രീകുമാരൻ തമ്പിയും 24 PK വീരമണിദാസനും 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആണ് ജേതാവ്. അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ മറക്കരുത്. ONV സാഹിത്യ പുരസ്കാരം കഴിഞ്ഞു, കടമ്മനിട്ട പുരസ്കാരം പഠിച്ചു, അത് കഴിഞ്ഞ് ഹരിവരാസനം പുരസ്കാരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് വരുന്നു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം.
മാതൃഭൂമി നൽകുന്നൊരു പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ഈ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2001 ആരംഭിച്ചത് കേട്ടോ, 2001. ഇതിൻ്റെ സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യം ലഭിച്ചത് 2001 തിക്കൊടിയൻ. അത് കഴിഞ്ഞ് 2023 സക്കറിയ, 24 സാറാ ജോസഫ്. മറക്കരുത്, സാറാ ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു 2 മിനിറ്റ്. സാറാ ജോസഫ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. കാരണം സാറാ ജോസഫിൻ്റെ കൃതികൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയിട്ട് തരാം. സാറാ ജോസഫിൻ്റെ കൃതികൾ ഒന്ന് ശ്രദ്ധിക്കുക. സാറാ ജോസഫിൻ്റെ കൃതികൾ നമുക്കറിയാം, ഇത് ഒരു പ്രത്യേകിച്ച് കൃതികൾക്കല്ല കൊടുക്കുന്നതല്ലെങ്കിലും സാറാ ജോസഫിന് ഒരുപാട് അവാർഡുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സാറാ ജോസഫിന് കിട്ടിയൊരു പ്രധാനപ്പെട്ട കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ. ഓക്കെ, അലാഹയുടെ പെൺമക്കൾ. അടുത്തത് യസ്തർ എന്ന് ഓർമ്മിക്കുക, യസ്തർ. അത് കഴിഞ്ഞ് ഓർമ്മിക്കേണ്ടത് ഈ യസ്തർ എന്ന കൃതിക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത്. മലയാറ്റൂർ പുരസ്കാരം കിട്ടിയ കൃതിയാണ് യസ്തർ. യസ്തർ കഴിഞ്ഞ് ആദി എന്നൊരു കൃതിയുണ്ട്, ആദി. അപ്പോൾ ഓർമ്മിക്കുക, അലാഹയുടെ പെൺമക്കൾ, അത് കഴിഞ്ഞ് യസ്തർ, അത് കഴിഞ്ഞ് ആദി. അത് കഴിഞ്ഞ് ഓർമ്മിക്കേണ്ടത് ഊരുകാവൽ എന്നൊരു കൃതിയുണ്ട്, ഊരുകാവൽ. അത് കഴിഞ്ഞ് വരുന്നൊരു കൃതിയാണ് ബുധിനിക്കാണ് ആർക്ക് സാറാ ജോസഫിനെ ഓടക്കുഴൽ പുരസ്കാരം നേടിക്കൊടുത്തു. 2021 നേടിക്കൊടുത്ത കൃതിയാണ് ബുധിനി എന്ന് ഓർമ്മിക്കുക, ബുധിനി. അത് കഴിഞ്ഞ് വന്നൊരു കൃതിയാണ് ലില്ലിയപ്പ. സാറാ ജോസഫ് എഴുതിയ ഒരു ബാലസാഹിത്യ കൃതി, കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കൃതിയാണ് ലില്ലിയപ്പ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലില്ലിയപ്പ, പുതിയ കൃതി. അത് കഴിഞ്ഞ് ലില്ലിയപ്പ കഴിഞ്ഞ് പാതാളപ്പടികൾ എന്നൊരു കൃതി ഓർമ്മിക്കുക, പാതാളപ്പടികൾ. അത് കഴിഞ്ഞ് ഓർമ്മിക്കേണ്ട രക്തചന്ദ്രൻ. അത് കഴിഞ്ഞ് കറ എന്നൊരു കൃതിയുണ്ട്, കറ. ഈ കറ എന്ന കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സാറാ ജോസഫിന് ഫെഡറൽ ബാങ്ക് പുരസ്കാരം, കറ. അത് കഴിഞ്ഞ് മറ്റൊരു കൃതിയാണ് കറ കഴിഞ്ഞ് ഒതപ്പ്. അത് കഴിഞ്ഞ് ദുഃഖവെള്ളി. പാപത്തറ എന്നൊരു കൃതിയുണ്ട്, പാപത്തറ. കാടിൻ്റെ സംഗീതം. നന്മ തിന്മകളുടെ വൃക്ഷം. ഇത്രയും ഓർമ്മിക്കുക, നന്മ തിന്മകളുടെ വൃക്ഷം. ഓക്കെ, അപ്പോൾ ഇത്രയും സാറാ ജോസഫിൻ്റെ കൃതികളാണ്. ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന സിനിമയുടെ പേര് അലാഹയുടെ പെൺമക്കൾ എന്ന് ഓർമ്മിക്കാം. ക്ലിയർ? അതിലെ നായികയുടെ പേരാണ് യസ്തർ. അതിലെ നായകൻ്റെ പേരാണ് ആദി ഒരു വില്ലനാണെന്ന് വിചാരിക്കുക. ഒരു കഥയാണ്, ഒരു സാങ്കല്പിക കഥയാണ്. ആദി ഒരു വില്ലനാണ്. ആദിക്ക് ഊരുകാവലുണ്ട്. ആദി ഇവിടെ വന്നാൽ പ്രശ്നങ്ങൾ നടക്കും, ഊരുകാവലുണ്ട്. പക്ഷേ ഒരു ബുധനാഴ്ച ആദി രംഗപ്രവേശനം ചെയ്യുന്നു. ബുധനാഴ്ചയെ ബുധിനിയായിട്ട് എടുക്കാം. വന്ന് യസ്തറിനെ കണ്ട് ലോലിപോപ്പ് കൊടുക്കുന്നു എന്ന് ഓർമ്മിക്കുക. അപ്പം ലില്ലിയപ്പ എന്നെടുക്കാം. പിന്നെ യസ്തർ അതാ മരിച്ചു കിടക്കുന്നു പാതാളപ്പടികളിൽ. അതാ അവിടെ മുഴുവൻ രക്തക്കറ. അപ്പം രക്തചന്ദ്രനും കിട്ടും, കറയും കിട്ടും. അതാ ബോഡി എന്തിട്ട് മൂടേണ്ടി വരും? പുതപ്പിട്ട് മൂടേണ്ടി വരും, പുതപ്പ്. അന്നൊരു ദിവസം ദുഃഖവെള്ളിയായിരുന്നു. ആ കൃതിയുടെ പേര് ദുഃഖവെള്ളി. അങ്ങനെ ബോഡി കൊണ്ടുപോയപ്പോൾ ഒരു പാട്ടുണ്ട്, ഒടുവിലെ യാത്രയ്ക്കായ എന്ന പാട്ടൊക്കെ പാടിപ്പോവാം. ഒടുവിലത്തെ സൂര്യകാന്തി എന്നൊരു കൃതിയുണ്ട്. ഇയാളൊരു പാപമാണ് ചെയ്തിരിക്കുന്നത്. ഈ പാപത്തറ, കൃതിയുടെ പേര് പാപത്തറ. അങ്ങനെ ഇയാളെ എന്ത് ചെയ്തു? നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ കെട്ടിവെച്ചു, നന്മ തിന്മകളുടെ വൃക്ഷം. അങ്ങനെ തിരിച്ച് ഇയാളെ കാടിലേക്ക് തന്നെ അയക്കുകയാണ്, കാടിൻ്റെ സംഗീതം. ഇത്രയും സാറാ ജോസഫിൻ്റെ കൃതികളാണ്. എവിടെയെങ്കിലും യൂസ് ആകും. ഒരുപാട് പരീക്ഷകളിൽ സാറാ ജോസഫിൻ്റെ കൃതികൾ ചോദിക്കാറുണ്ട്, യൂസ് ആക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കേണേ, ശരി. അടുത്ത് വരുന്നു പത്മപ്രഭാ പുരസ്കാരം. അത് 2023 സുഭാഷ് ചന്ദ്രൻ. വീണ്ടും 2024 റഫീഖ് അഹമ്മദ്. നമ്മൾ 2024 റഫീഖ് അഹമ്മദ് ഒരിടത്ത് പഠിച്ചു, കടമ്മനിട്ട പുരസ്കാരം റഫീഖ് അഹമ്മദ് പഠിച്ചതാണ്. ഇവിടെ വീണ്ടും വരുന്നു പത്മപ്രഭാ പുരസ്കാരത്തിനും റഫീഖ് അഹമ്മദ് വരുന്നു. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ജ്ഞാനപ്പാന പുരസ്കാരം. ഇത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്, സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ഇത് 2024 കിട്ടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി എങ്കിൽ പുതുതായിട്ട് കിട്ടിയത്
അതിനാണ് KP ശങ്കരൻ. അപ്പോൾ 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരൻ. 2024-25 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരൻ എന്ന് ഓർമ്മിക്കുക. KP ശങ്കരൻ. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തത് ഇതാ വരുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ യൂട്യൂബിൽ പത്മ പുരസ്കാരം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. വളരെയധികം കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ് പത്മ അവാർഡ്സ്. എല്ലാ പരീക്ഷയിലും ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് പത്മ അവാർഡ്സ്. അതേ മാതൃകയിൽ നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. നമ്മുടെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. നമുക്കറിയാം ഈ കേരള പുരസ്കാരം പത്മ പുരസ്കാരം പോലെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പത്മ പുരസ്കാരം നമുക്ക് 3ആയിട്ട് ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. എങ്കിൽ കേരള പുരസ്കാരം കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. നമുക്ക് നോക്കാം. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. ഇത് 2024 പ്രഖ്യാപിച്ചത് 3ആമത്തെ പുരസ്കാരം. അപ്പോൾ 24 പ്രഖ്യാപിച്ചത് 3ആമത്തെ പുരസ്കാരം. കേരള പിറവി സമയത്താണ് ഇത് പ്രഖ്യാപിക്കുന്നത്, കേരള പിറവിയോടനുബന്ധിച്ച്. അപ്പോൾ 3ആമത്തെ. അപ്പോൾ ഓർമ്മിക്കുക, 22 ആരംഭിച്ചത് അല്ലേ? 22 പ്രഥമ കേരള പുരസ്കാരം ആരംഭിച്ചത് 22 ആ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചപ്പോൾ കേരള ജ്യോതി ലഭിച്ച ആദ്യ വ്യക്തിയാണ് MT അല്ലേ? മരിച്ചുപോയ മഹാനായ വ്യക്തി MT വാസുദേവൻ നായർ. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ സിനിമാ നടൻ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഗോപിനാഥ് മുതുകാടിന് കിട്ടിയിട്ടുണ്ട്, വൈക്കം വിജയലക്ഷ്മി കിട്ടിയിട്ടുണ്ട്, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട് 22. എന്നാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 24 കേരള പുരസ്കാര ജേതാക്കൾ ആരൊക്കെ നോക്കാം. ഫസ്റ്റ് കേരള ജ്യോതി. കേരള ജ്യോതി എല്ലായ്പ്പോഴും ഒരു വ്യക്തിക്ക് മാത്രമേ നൽകാറുള്ളൂ. കേരള ജ്യോതി ഒരു വ്യക്തിക്ക് മാത്രമേ നൽകാറുള്ളൂ. കേരള ജ്യോതി ലഭിച്ചത് പ്രൊഫസർ MK സാനു. കേരള ജ്യോതി ലഭിച്ചത് പ്രൊഫസർ MK സാനു ആണ്. സാഹിത്യ വിമർശകനും അധ്യാപകൻ എന്നീ മേഖലകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് MK സാനു. മറക്കരുത്, MK സാനു. എന്നാൽ MK സാനുവിൻ്റെ ആത്മകഥയുടെ പേര് കർമ്മഗതി എന്ന് ഓർമ്മിക്കുക. MK സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതി എന്നും. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം. മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്നൊരു കൃതി ആരെഴുതിയിട്ടുണ്ട്? MK സാനു. അപ്പോൾ മറക്കരുത്, MK സാനുവാണ് കേരള ജ്യോതി ഈ വർഷം ലഭിച്ചതെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത് കേരളപ്രഭ നമുക്ക് നോക്കാം. കേരളപ്രഭ നോക്കാം. കേരളപ്രഭ 2 പേർ. നമുക്കറിയാം പ്രധാനപ്പെട്ട വ്യക്തി മുൻ ISRO ചെയർമാനായ S സോമനാഥ്. അദ്ദേഹത്തിൻ്റെ മേഖല നമുക്കറിയാം അല്ലേ? സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ. നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാനായിരുന്നു S സോമനാഥ്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ഭുവനേശ്വരി. അപ്പോൾ S സോമനാഥ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്, ഭുവനേശ്വരി കൃഷിയാണ്. ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് LD സമയത്തൊക്കെ ഒരുപാട് പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യനാണ്. ഇത് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക S സോമനാഥ്, ഭുവനേശ്വരി ഓർമ്മിക്കുക. S സോമനാഥ്, ഭുവനേശ്വരി. അതുപോലെ കേരളശ്രീ 6 പേർക്ക്. അപ്പോൾ കേരള ജ്യോതി MK സാനു, കേരളപ്രഭ 2 പേർക്ക്, കേരളശ്രീ 6 പേർക്കാണ് ഇപ്രാവശ്യം. ആ 6 പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞിട്ട് ഓർമ്മയിരിക്കില്ല. ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം ഓർമ്മിക്കാനായിട്ട്. ഒന്ന്, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. ആളുകളുടെ പേരൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ എന്നിട്ട് ഓർമ്മിക്കാനുള്ള വഴി കൂടെ പറഞ്ഞുതരാം. കലാമണ്ഡലം വിമല മേനോനാണ്. മേഖല കല നമുക്കറിയാം. അതുപോലെ അത് മോഹിനിയാട്ടമാണ് കേട്ടോ, കലയിൽ മോഹിനിയാട്ടം. ഇനി ഡോക്ടർ TK ജയകുമാറുണ്ട്. മേഖല അദ്ദേഹം ആരോഗ്യമാണ്. നാരായണ ഭട്ടതിരി, അവിടെ അറിയാം എന്താണ്? കാലിഗ്രഫിയാണ്. അതേപോലെ സഞ്ജു V സാംസൺ, അവിടെ എന്താണ്? കായികമാണ്. ഷൈജ ബേബി സാമൂഹ്യ സേവനം അല്ലെങ്കിൽ ആശാ വർക്കറാണ്. VK മാത്യൂസ് വാണിജ്യം വ്യവസായം. ഓക്കെ, അപ്പോൾ അവിടെ ഓർമ്മിക്കാം ഒരാൾ വീക്കാണ്, മാത്സിൽ വീക്കാണെന്ന് ഓർമ്മിക്കുക. VK മാത്യൂസിന് എങ്ങനെ ഓർക്കാം? വീക്കാണ് മാത്സിൽ. അപ്പം മാത്സിൽ വീക്ക് ആയതുകൊണ്ട് അയാൾ വെറും ബേബിയാണ്. അതുകൊണ്ട് അയാൾ വെറും ബേബിയാണ്, മാത്സ് ഒന്നും അറിയില്ല. അപ്പോൾ ഷൈജ ബേബി. അയാൾക്ക് ജയിക്കാൻ വലിയ പാടാന്ന് ഓർമ്മിക്കുക. ജയിക്കാൻ വലിയ പാടാണ് ജയം. ഇയാൾക്ക് മാത്സ് എന്ന് കേട്ടാലേ മല കയറും പോലെയാണെന്ന് ഓർമ്മിക്കുക. വിമല മേനോൻ. അപ്പോൾ മാത്സിൽ വീക്കാണ്, ഇയാൾ വെറും ബേബിയാണ്, ഇയാൾക്ക് ജയിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് കയറേണ്ടി വരും? മല കയറേണ്ടി വരും. ഒരു മാത്സ് എന്ന് കേൾക്കുമ്പോഴേ മല കയറും പോലെ. അപ്പോൾ അതുപോലെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിനൊരു സാംസങ്ങിൻ്റെ കാൽക്കുലേറ്റർ വാങ്ങിച്ചു കൊടുത്തു. ഇയാൾക്ക് കണക്ക് കൂട്ടാൻ അറിയില്ലല്ലോ. സാംസങ്ങിൻ്റെ കാൽക്കുലേറ്റർ വാങ്ങിച്ചത്. ഇനി ദൈവം രക്ഷിച്ചിട്ട് തിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഭട്ട തിരി കിട്ടും.
ക്ലിയർ ആണോ? അപ്പോൾ ഈ 6 വാക്ക് ഓർമ്മിച്ചാൽ നമുക്ക് കേരള ശ്രീ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓർമ്മിച്ച് നോക്ക്. നിങ്ങൾക്കിത് യൂസ് ആവുന്നുവെങ്കിൽ നിങ്ങൾ പറയുക, ചെറിയ ട്രിക്കുകൾ വെച്ച് പറയുന്നത് യൂസ് ആവുന്നുവെങ്കിൽ. ഓക്കെ, അപ്പോൾ മാത്സ്, ബേബി, ജയിക്കും, മല, സാംസങ്, അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് തിരി. മേഖലകൾ നോക്കിയേ. തിരി നാരായണ ഭട്ടതിൻ്റെ മേഖല കാലിഗ്രഫി. ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ പറഞ്ഞ പേരുണ്ട കാലിഗ്രഫി. ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് കാലിഗ്രഫി. നമുക്കറിയാമല്ലോ, തിരി കത്തിച്ച് വെച്ച് കൂട് കാലിയായി എന്ന് ഓർത്താൽ മതി. തിരി എടുത്തെടുത്ത് കൂട് കാലിയായി. പിന്നെ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ, നമുക്കറിയാം. ഷൈജ ബേബി സാമൂഹ്യ സേവന ആശാ വർക്കറാണ്. VK മാത്യൂസ് വാണിജ്യം വ്യവസായം. കലാമണ്ഡലം കലയാണ്. TK ജയകുമാർ ആരോഗ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേരള പുരസ്കാരം. ഇതിനകത്ത് നിന്നേ ചോദിക്കുള്ളൂ. മറക്കരുത്, 9 പേർക്ക് ഇപ്രാവശ്യം ലഭിച്ചു. 6 പേര് കേരളശ്രീ, 2 പേര് കേരള പ്രഭ, ഒരാൾ കേരള ജ്യോതി. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് യൂത്ത് ഐക്കൺ അവാർഡ്. നമുക്ക് ഈ പ്രാവശ്യം പ്രഖ്യാപിച്ച പുതിയ യൂത്ത് ഐക്കൺ അവാർഡാണ് ഇതാ നടക്കുന്നത്. യൂത്ത് ഐക്കൺ അവാർഡ് 2024-25. 24 പ്രധാനമായിട്ട്, 25 പ്രഖ്യാപിച്ചു. സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ഈ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പല മേഖലകൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ പല മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആരൊക്കെയെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ബേസിൽ ജോസഫും മിന്നുമണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നിഖില വിമൽ ആണ് കലാ സാംസ്കാരികം എന്ന മേഖലയിൽ നിന്ന് വിജയിച്ചത്. അപ്പോൾ ഈ വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരത്തിൽ കലാ സാംസ്കാരികം എന്ന മേഖലയിൽ വിജയിച്ചത് നിഖില വിമൽ. സിനിമാ നടി നിഖില വിമൽ. കായികം എന്ന മേഖലയിൽ സജന സജീവൻ. കായികം നമുക്കറിയാം, നമ്മുടെ വേൾഡ് കപ്പിലൊക്കെ ഇടം നേടിയ മലയാളി വനിതയാണ് സജന സജീവൻ. അതുപോലെ ഇപ്രാവശ്യത്തെ വുമൺസ് പ്രീമിയർ ലീഗ് നേടിയ മുംബൈ ഇന്ത്യൻസിലെ മലയാളി താരമാണ് സജന സജീവൻ. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക, സജന സജീവൻ കായികം. വിനിൽ പോൾ സാഹിത്യം എന്ന മേഖലയിൽ വിനിൽ പോൾ എന്ന വ്യക്തി വിജയിച്ചു. M ശ്രീവിദ്യയാണ് കാർഷികത്തിൽ വിജയിച്ച കാർഷികം എന്ന മേഖല. അപ്പോൾ കൃഷി വിജയിക്കണമെങ്കിൽ ഒരുപാട് വിദ്യകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ കാർഷികം M ശ്രീവിദ്യ. അടുത്തത് M റോഷിപ്പാൽ നമുക്ക് നോക്കാം. മാധ്യമപ്രവർത്തനം. ഇദ്ദേഹം ഈ റോഷിപ്പാൽ എന്ന വ്യക്തി നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് റോഷിപ്പാൽ. അപ്പോൾ അദ്ദേഹമാണ് ഈ മാധ്യമം എന്ന മേഖലയിൽ ഉള്ള വ്യക്തി. അത് കഴിഞ്ഞ് ദേവൻ ചന്ദ്രശേഖരൻ ആണ് വ്യവസായം സംരംഭകത്വം എന്ന മേഖലയിൽ വിജയിച്ചത്. ദേവൻ ചന്ദ്രശേഖരൻ നമുക്കറിയാം, കണ്ണൻ ദേവൻ ടീ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു വ്യവസായമല്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ യൂത്ത് ഐക്കൺ വളരെ എളുപ്പം. നിഖില വിമൽ കലാസാംസ്കാരികം, സജന സജീവൻ കായികം, വിനിൽ പോൾ സാഹിത്യം, M ശ്രീവിദ്യ കാർഷികം, റോഷിപ്പാൽ മാധ്യമപ്രവർത്തനം, ദേവൻ ചന്ദ്രശേഖരൻ വ്യവസായം. കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു CPO വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫെയർ ടോപ്പിക്ക് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് തരും, ആപ്പിനകത്തും ഉൾപ്പെട്ട് തരും. അതുപോലെ തന്നെ CPO പഠിക്കാത്തവർ ഇനി പെട്ടെന്ന് പഠിക്കാൻ, നമ്മുടെ കോഴ്സിന് പെട്ടെന്ന് ചേരാത്തവർ പെട്ടെന്ന് ചേരുക. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 എന്ന് പറയാൻ കാരണം ഇത് 24 പ്രഖ്യാപിച്ചത്. 24 ജൂലൈയിലൊക്കെയാണ് ഇതിൻ്റെ വന്നത്. മാത്രമല്ല പുതിയത് വരുന്നത് വരെ ഇനി ഇത് നമ്മൾ പഠിച്ചാൽ മതിയാവും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമുക്കറിയാം, കേരള സാഹിത്യ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് അല്ലേ. ഈ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം പഠിച്ചോളുക, 1958. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1958. ഇതിൻ്റെ സമ്മാന തുക 25,000 രൂപയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര തുക 25,000 രൂപ. ഒരുപാട് മേഖലകൾ, 10-11 മേഖലകളിലായിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇത് നമുക്കറിയാം, കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദനും വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ, ഓക്കെ, സെക്രട്ടറി അബൂബക്കർ. ഇത് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമ്മൾ നോക്കുന്നു ഈ വർഷത്തെ മികച്ച കവിത. ഒരു കവിത എഴുതാൻ അറിഞ്ഞൂടാത്തൊരു വ്യക്തി ഒരു കവിത എഴുതി നാട് മൊത്തം പ്രസിദ്ധീകരിച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കി. അത് വായിക്കുന്നവരുടെ അവസ്ഥ. അവർ വന്ന് ഇയാളെ തിരഞ്ഞു പിടിച്ച് വരില്ലേടാ, തിരഞ്ഞു പിടിച്ച് വരും എന്ന് ഓർക്കുമ്പോൾ തിരഞ്ഞെടുത്ത കവിതകൾ വന്ന് എന്തെടുത്തെറിയും അയാളുടെ തലയിൽ, കല്ലെടുത്തെറിയും എന്ന് ഓർമ്മിച്ചു. അത് കൽപ്പറ്റ നാരായണൻ. അപ്പോൾ കവിത എഴുതാൻ അറിയില്ലാത്ത ആൾ കവിത എഴുതിയാൽ ആളുകൾ തിരഞ്ഞു പിടിച്ച് വന്ന് എന്തെടുത്തെറിയും, കല്ലെടുത്തെറിയും. നമ്മളല്ലേ, നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ആ ഒരു സെൻസിലെടുക്കുക. അടുത്തതിലേക്ക് വന്നു മികച്ച നോവൽ.
നമ്മൾ നോവലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നല്ലേ എഴുതാറുള്ളൂ. നോവലൊക്കെ നമ്മൾ ഈ വീടിനകത്തിരുന്ന് നോവൽ എഴുതിയാൽ പറ്റില്ല. ഏതെങ്കിലും ഗാർഡനിലോ അല്ലെങ്കിൽ പുൽമേടുകളിലോ ഒക്കെ പോയിരുന്ന് എഴുതാം. അപ്പം നോവൽ എഴുതുമ്പോൾ നല്ല ഹരിതാഭമാർന്ന കണ്ടോ, ഹരിതാഭമാർന്ന സീനൊക്കെ കണ്ടാണ്ട് എഴുതേണ്ട കണ്ടോ, ഹരിതാഭമാർന്ന സീനൊക്കെ കണ്ടാണ്ട് എഴുതേണ്ട. അപ്പോൾ ഹരിത സാവിത്രിയുടെ സിൻ എന്ന കൃതിയാണ് നോവൽ. അപ്പോൾ നോവൽ എഴുതുമ്പോൾ നല്ല ഹരിതം പച്ചപ്പൊക്കെ വേണം. അപ്പോൾ നല്ല സീനൊക്കെ കണ്ടു വേണം നോവൽ എഴുതാനെന്ന് ഓർമ്മിക്കുക. സീൻ. മികച്ച ചെറുകഥ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ചെറിയ കഥകൾ, ചെറിയ പുസ്തകങ്ങൾ, നമ്മൾ ബാലരമ, കളിക്കുടുക്ക, അങ്ങനെ കുറേ പുസ്തകങ്ങൾ. ഇപ്പോൾ ആരുടെയും വീട്ടിൽ അതൊന്നുമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കാം, വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകളിൽ പോകണം. അപ്പോൾ ചെറുകഥയുടെ പേര് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഒരുപാട് രാജാവിൻ്റെ കഥകളൊക്കെ അതിനകത്തുണ്ടാവും. രാജൻ. അപ്പോൾ ഓർമ്മിക്കാം, മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, എഴുതിയത് എൻ രാജൻ. മികച്ച നാടകം. നാടകത്തിൽ ഒരുപാട് ഇടിയുണ്ടാകും. ഇ ഫോർ ഈഡിപ്പസ്. അപ്പം നാടകത്തിലൊക്കെ ഒരുപാട് ഇടി കൊടുക്കുമെന്ന് ഓർമ്മിച്ചാൽ മതി. ഇ ഫോർ ഈഡിപ്പസ്. ഇടിക്കുന്നത് മൂക്കിൻ്റെ പാലത്തിലാണെന്ന് വിചാരിച്ചാൽ മതി. ഗിരീഷ് PC പാലം. അപ്പം നാടകത്തിലൊക്കെ ഒരുപാട് ഇടിയുണ്ടാകും, ഇടിക്കുന്നത് പാലത്തിലാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഗിരീഷ് PC പാലം. മികച്ച യാത്രാവിവരണ കൃതി. യാത്രാവിവരണം. യാത്ര പോകുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും? ബസ്സിലായിരിക്കില്ലേ? നമ്മൾ ബസ്സിലായിരിക്കില്ലേ യാത്ര പോകുന്നത്? കൃതിയുടെ പേര് ആംചോ ബസ്തർ. നമ്മൾ യാത്ര പോകുന്നത് ബസ്സിലായിരിക്കും. കൃതിയുടെ പേര് ആംചോ ബസ്തറാണ്. നമ്മൾ എന്തിന് പോകുന്നു? എന്തിനി? നന്ദിനി മേനോൻ. നമ്മൾ ബസ്സിൽ യാത്ര പോയത് എന്തിന് എന്നാണെങ്കിലും ചോദിച്ചത് എന്തിന്? നമ്മൾ നന്ദിനി. ഓർമ്മിക്കാമല്ലോ, അത്രയും ഓർമ്മിക്കുക. കവിത, നോവൽ, ചെറുകഥ, നാടകം, യാത്രാവിവരണം. അടുത്തത് മികച്ച സാഹിത്യ വിമർശനം. നമ്മൾ ഒരാളോട് പറയുകയാണ് ഒരു ഭൂപടം വരയ്ക്കാൻ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറയുകയാണ്. അയാൾ വളരെ മോശമായിട്ട് ആ ഭൂപടം വരച്ചാൽ നമ്മൾ അയാളെ എന്ത് ചെയ്യും? നമ്മൾ അയാളെ വിമർശിക്കില്ലേ? അപ്പോൾ അയാൾ നല്ലവണ്ണം ഭൂപടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അയാൾ മോശമായിട്ട് വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, സാഹിത്യ വിമർശനം. അയാൾ ഭൂപടം മോശമായിട്ട് ഭൂപടം തലതിരിക്കുമ്പോൾ അങ്ങനെ വരച്ചാൽ നമ്മൾ പറയില്ല, എന്ത് പവിത്രമായിട്ടുള്ള ഭൂപടം, നീ എന്തിനാണ് ഇങ്ങനെ വരച്ചത്? എന്ത് പവിത്രമായിട്ടുള്ള ഭൂപടം, നീ എന്തിനാണ് ഇങ്ങനെ തലതിരിച്ച് വരച്ചതെന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ വിമർശിക്കില്ലേടാ. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, മികച്ച സാഹിത്യ വിമർശനം ഭൂപടം തലതിരിക്കുമ്പോൾ പവിത്രൻ എന്ന് ഓർമ്മിക്കുക. അടുത്തത് വൈജ്ഞാനിക സാഹിത്യം. വിജ്ഞാനം, അറിവ് എന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയെ വീണ്ടെടുത്ത കഥ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അല്ലേ, പണ്ടത്തെ രാഷ്ട്രീയ നേതാക്കൾ അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം വാങ്ങിയെടുത്ത കഥയാണ്. അതാണ് ഇന്ത്യയെ വീണ്ടെടുക്കൽ. ഇന്ത്യയെ വീണ്ടെടുത്തപ്പോൾ രാജ്യത്തിൻ്റെ ജീവൻ കൂടെയാണ് തിരിച്ചു കിട്ടിയതെന്ന് ഓർമ്മിക്കുക, രാജീവൻ. അപ്പോൾ വൈജ്ഞാനിക നമുക്ക് കിട്ടിയ വിജ്ഞാനമാണ്. ഇന്ത്യയെ വീണ്ടെടുത്ത കഥ, അത് രാജ്യത്തിൻ്റെ ജീവൻ കൂടെയാണ് തിരികെ കിട്ടിയെന്ന് ഓർമ്മിക്കുക, രാജീവൻ. അതുപോലെ ജീവചരിത്രം. നമ്മുടെ ജീവചരിത്രമൊക്കെ കുറേ കാലം കഴിയുമ്പോൾ എഴുതാറുണ്ട്. ജീവചരിത്രം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എഴുതി, എൻ്റെ ജീവിതം ഒരു അന്വേഷണത്തിൻ്റെ കഥ. ഏതൊരു സാധനം അന്വേഷിച്ചാലും വേണമെന്ന് പറഞ്ഞ് അന്വേഷിക്കുക. ഏതൊരു സാധനത്തിന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞ് ചെയ്യുക. അപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ കഥ എഴുതിയത് വേണു എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ജീവചരിത്രം കെ വേണുവാണ്. അവിടെ ഓർമ്മിക്കുക ഒരു അന്വേഷണത്തിൻ്റെ കഥ. ഇനി ബാലസാഹിത്യം. ബാല്യ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും? നല്ല ഗ്രേസ്ഫുൾ ആയിരിക്കും അല്ലെ, നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ ബാലസാഹിത്യം ഓർമ്മിക്കുക, ഗ്രേസി. മാത്രമല്ല പെൺകുട്ടിയും കൂട്ടരും. ബാലസാഹിത്യ കൃതി പെൺകുട്ടിയും കൂട്ടരും. അപ്പോൾ പെൺകുട്ടികൾ കുട്ടിക്കാലത്തൊക്കെ നല്ല ഗ്രേസ്ഫുൾ ആയിരിക്കും, നല്ല ക്യൂട്ടായിരിക്കില്ല, അങ്ങനെ ഓർത്താൽ മതി. ബാലസാഹിത്യം ഗ്രേസി, പെൺകുട്ടിയും കൂട്ടരും. ഹാസ്യസാഹിത്യം. ഹാസ്യം അപ്പോൾ നല്ല കോമഡി. നമുക്ക് ഹാസ്യം, നല്ല നാടൻ ഹാസ്യമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാരനാട്, സുനീഷ് വാരനാടൻ. എഴുതിയ ആളുടെ പേര് സുനീഷ് വാരനാടൻ. കൃതിയുടെ പേര് വാരനാടൻ കഥകൾ എന്നാണ്. എല്ലാം നാടനാണ്. അപ്പോൾ നമുക്ക് സാഹിത്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ സാഹിത്യമാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഓർമ്മിക്കുക. വിവർത്തനം. നമ്മൾ വർത്തമാനമൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലർ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ എന്താണ്? എം ശ്രീധരൻ. ശ്രദ്ധിച്ചിരിക്കുകയും വേണം. നമ്മൾ കഥയിലൂടെ അങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ വിവർത്തനം AM ശ്രീധരൻ, കഥാകഥിയെ. ഇത്രയും നന്നായിട്ട് പഠിച്ചുകൊള്ളുക. കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വരും, ഉറപ്പായിട്ടും വരും. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. അപ്പോൾ
നിങ്ങളിപ്പോൾ പഠിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. കഥ, നോവൽ, കവിത, ചെറുകഥ, ഓർമ്മയുണ്ടോ? ബാലസാഹിത്യം, ഹാസ്യ സാഹിത്യം, യാത്രാവിവരണം. അതുപോലെ മറ്റൊരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടും കൂടെ മിക്സ് ആക്കരുത്. അടുത്തടുത്ത് വന്നുപോയി അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങളത് മാറ്റി അങ്ങ് വയ്ക്കുക എഴുതിയിട്ട്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം. രണ്ടും ഇമ്പോർട്ടൻ്റ്, ഒരേ കാറ്റഗറിയിൽ വരുന്ന രണ്ട് പുരസ്കാരമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ബാലസാഹിത്യ അക്കാദമി അവാർഡും. യൂത്ത് ഐക്കൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നോക്കാം അടുത്ത ടോപ്പിക്ക്. സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി അവാർഡുകളാണ് പഠിക്കാൻ പോകുന്നത്. നൽകുന്നത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്കറിയാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് 25,000 രൂപയാണെങ്കിൽ ഇവിടെ എത്ര രൂപയാണ് ബാലസാഹിത്യ അക്കാദമി അവാർഡിൻ്റെ സമ്മാനത്തുക എന്ന് ചോദിച്ചാൽ 20,000 രൂപയാണ്. ബാലസാഹിത്യ അക്കാദമി അവാർഡ് സമ്മാനത്തുക 20,000 രൂപ. ഞാൻ ഈ പറയുന്ന ട്രിക്കുകളൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കി മാറ്റി എഴുതുക, എങ്കിലേ ഓർമ്മിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ആവും. ഫസ്റ്റ് നോക്കാം. ഇവിടെ കഥാ നോവൽ, അവിടെ നോവൽ പഠിച്ചു സിൻ കടല, അത് നമ്മുടെ ആരാണ്? ഹരിദാസ് സാവിത്രി. പക്ഷേ ഇവിടെയാണെങ്കിൽ വിമീഷ് മണിയൂറിൻ്റെ ഭൂതം. ആ പുസ്തകം ഭൂതം ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ, ഭൂതം. അപ്പം നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കുട്ടികൾ ബാലസാഹിത്യമല്ലേ, ബാലന്മാരൊക്കെ ആഹാരം കഴിക്കാത്തപ്പോൾ അമ്മമാരെന്ത് പറയും? ഭൂതം വരുന്നു, മണിയൊച്ചൊക്കെ കേൾക്കുന്നു എന്ന് പറയും. അപ്പോൾ ഓർമ്മിക്കുക, വിമീഷ് മണിയൂറിൻ്റെ ഭൂതം എന്ന കൃതിയാണ് മികച്ച നോവൽ. ഇനി മികച്ച കവിത, നമ്മൾ ഈ പ്രേമജ ഹരീന്ദ്രൻ എന്ന വ്യക്തിയാണ്. നമ്മൾ ഈ പ്രേമിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? നല്ല കവിതയൊക്കെ പാടാറുണ്ടല്ലേ, കവിതയൊക്കെ പാടും. പക്ഷേ സക്സസ് ആകുമ്പോൾ എന്തിടാം? പൂമാലയൊക്കെ ഇടാം. അപ്പോൾ പ്രേമിക്കുന്നവർ കവിതയൊക്കെ പാടും, പ്രേമം സക്സസ് ആവുന്നവർ എന്തിടാം? പൂമാലയൊക്കെ ഇടാമെന്ന് ഓർമ്മിക്കുക. പ്രേമജ ഹരീന്ദ്രൻ, പൂമാല. അപ്പം മികച്ച കഥാ നോവൽ കിട്ടി. അതുപോലെ കവിത പ്രേമജ ഹരീന്ദ്രൻ്റെ പൂമാല എന്ന് ഓർമ്മിക്കുക. എന്നാൽ ഇവിടെ വൈജ്ഞാനിക സാഹിത്യം, വിജ്ഞാനം, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കൽ, ഓർമ്മയുണ്ടോ? ഇവിടെയാണെങ്കിൽ ഡോക്ടർ ബി പത്മകുമാർ എഴുതിയ പാഠം 1 ആരോഗ്യം. ഇവിടുത്തെ വൈജ്ഞാനിക കൃതി പത്മകുമാർ എഴുതിയ പാഠം 1 ആരോഗ്യം. അതുപോലെ മികച്ച ശാസ്ത്ര ഗ്രന്ഥം ചോദിച്ചാൽ പ്രഭാവതി മേനോൻ. ശാസ്ത്രം എന്ന് പറയുമ്പോൾ സയൻസ് അല്ലേ, അപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രഭ, സൂര്യൻ്റെ പ്രഭയൊക്കെ ഓർമ്മിക്കുക. പ്രഭാവതി മേനോൻ, ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ. അപ്പോൾ മികച്ച ശാസ്ത്ര ഗ്രന്ഥം ചോദിച്ചാൽ പ്രഭാവതി മേനോൻ്റെ ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ എന്ന് ഓർമ്മിക്കുക. നല്ലവണ്ണം നോക്കുക. മികച്ച കഥാ നോവൽ വിമീഷ് മണിയൂറിൻ്റെ ഭൂതം, മികച്ച കവിത പ്രേമജ ഹരീന്ദ്രൻ്റെ പൂമാല, മികച്ച വൈജ്ഞാനിക സാഹിത്യം ഡോക്ടർ ബി പത്മകുമാറിൻ്റെ പാഠം 1 ആരോഗ്യം, മികച്ച ശാസ്ത്രഗ്രന്ഥം പ്രഭാവതി മേനോൻ്റെ ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ. അടുത്തിലേക്ക് പോകാം. നോക്കാം ജീവചരിത്രം ഓണാത്മകഥ. നേരത്തെ നമ്മൾ വേണുവിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ കഥയാണ് പഠിച്ചതെങ്കിൽ ഇവിടെ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ്റെ കുട്ടികളുടെ എഴുത്തച്ഛൻ. അപ്പോൾ ചിലർ എഴുതില്ലേ ജീവചരിത്രം, ചിലർ ആണെന്നും പറയില്ല, ചിലർ ജീവചരിത്രം പറയും ഞാൻ കുട്ടിക്കാലത്ത് നെത്തോലി പോലെ ഇരുന്നു എന്ന് വിചാരിച്ചാൽ മതി, ഞാൻ കുട്ടിക്കാലത്ത് നല്ല നെത്തോലി പോലെ ഇരുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓർമ്മിക്കുക, ജീവചരിത്രം എഴുതുമ്പോൾ കുട്ടികളുടെ എഴുത്തച്ഛൻ നെത്തോലി എന്ന് പറയുമ്പോൾ നെത്തല്ലൂർ ഹരികൃഷ്ണൻ എന്ന് ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ ചില കണക്ഷൻ വെച്ചൊക്കെ എടുക്കുക കേട്ടോ. അടുത്തത് വിവർത്തനം ഓർ പുനരാഖ്യാനം ഡോക്ടർ സംഗീത ചേനംപുല്ലി. വിവർത്തനം ഓർ പുനരാഖ്യാനം ഡോക്ടർ സംഗീത ചേനംപുല്ലി. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്നാണ് കൃതിയുടെ പേര്. നിങ്ങളിങ്ങനെ ഓർത്തത്, ഈ വെള്ളം നമ്മൾ ചേനയുടെ ചേമ്പലയിലൊക്കെ ഈ വെള്ളം നിൽക്കില്ലല്ലോ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിങ്ങനെ പോകുന്നതോർത്ത് ചേനംപുല്ലി. അപ്പോൾ വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ, നമ്മളതിനെ വിവർത്തനം ചെയ്തെടുത്ത് മാറ്റും അല്ല, ഇലയിലിരിക്കുന്ന വെള്ളത്തിന് ഇങ്ങനെ എടുത്ത് ഉരുട്ടി മാറ്റില്ല, അങ്ങനെയൊക്കെ ഓർത്താൽ മതി കേട്ടോ. ചേനയിൽ വെള്ളം, അപ്പോൾ ഓർമ്മിച്ചാൽ മതി ചേനംപുല്ലി, വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ. ഓക്കെ, മികച്ച നാടകം KM ഹാജറയുടെ സാക്ഷിയാണ്. നമ്മളിതെങ്ങനെ ഓർക്കുകയും, നമുക്ക് നാടകം കാണാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ സാക്ഷികളാകാൻ വേണ്ടി നമ്മൾ ഹാജരായാലേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ബാലസാഹിത്യ അക്കാദമി അവാർഡും പഠിച്ചു, കേരള സാഹിത്യ അക്കാദമി അവാർഡും പഠിച്ചു. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിസ്സാക്കി കളയരുത്, ഈ മാർക്ക് നല്ല ടോപ്പിക്കാണ്. ഇത് ഇത്രേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് ഇനി നമ്മൾ കേരളം വിട്ട് അല്പം കേന്ദ്രത്തിലോട്ട് പോകാൻ പോവുകയാണ്. അല്പം ഇന്ത്യ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ കേരള പുരസ്കാരം തീർന്നിട്ടില്ല, കുറേ നമ്മൾ നോക്കി. ഇനി നമ്മൾ അല്പം ഇന്ത്യയിലെ ഉയർന്ന പുരസ്കാരത്തിലേക്ക് പോകും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യൻ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠം. എങ്കിൽ ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഈ ജ്ഞാനപീഠം ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഓർമ്മയുണ്ട്, കേരളത്തിൽ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ എങ്കിൽ ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇവിടെ ഈ ജ്ഞാനപീഠം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ജ്ഞാനപീഠം നൽകുന്ന ആരാണ്? ജ്ഞാനപീഠം ട്രസ്റ്റ്.
ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ഇത് രൂപീകരിച്ചത് 1944 ശാന്തി പ്രസാദ് ജെയിൻ എന്ന വ്യക്തിയാണ്. അപ്പം ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിച്ചത് 1944 ശാന്തി പ്രസാദ് ജെയിൻ. അതുപോലെ ഈ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നതെന്ന് ഓർമ്മിക്കുക. അടുത്തത് സമ്മാനത്തുക 11 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക 11 ലക്ഷം രൂപ. അപ്പോൾ ഓർമ്മിക്കണം, ജ്ഞാനപീഠ പുരസ്കാരം ഇത്രയും ഓർമ്മിച്ചിട്ട് വരും. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഇത് തീർത്തിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അടുത്ത ഒരിലേക്ക് ഇപ്പോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961 മെയ് മുതലാണ്. പുരസ്കാരം ഏർപ്പെടുത്തിയത് 61-ലാണെങ്കിലും ആദ്യമായി നൽകിയത് 65 മുതലാണ്. പുരസ്കാരം ആദ്യമായി നൽകിയത് 1965 മുതലാണ്. ആദ്യ ജേതാവ് നമുക്ക് അഭിമാനിക്കാം, മലയാളിയായ മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. അപ്പോൾ 1965 നമ്മുടെ ആദ്യ ജേതാവ് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. എന്നാൽ 1982 മുതൽ കൃതികൾക്ക് എന്നുള്ളത് മാറ്റി പകരം സമഗ്ര സംഭാവനയ്ക്ക് എന്നാക്കി മാറ്റി. അപ്പോൾ കൃതികൾക്കല്ല ഇനി മുതൽ കൊടുക്കുന്നത്, സമഗ്ര സംഭാവനയ്ക്ക് 82 മുതലാണ്. ഓക്കെ, ഇനി ജ്ഞാനപീഠം മരണാനന്തരം നൽകില്ല എന്നുള്ള കാര്യം അറിയുക. ഒരു ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ എത്ര പേരാണ്? ജ്ഞാനപീഠം നേടിയ മലയാളികൾ 6 പേരാണ്. 6 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എല്ലാവരും വളരെയധികം വലിയ ലെജൻസാണ് 6 പേര്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജ്ഞാനപീഠം നേടിയ മലയാളികൾ നമുക്ക് നോക്കാം. ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. GSTMON ഇങ്ങനെ പഠിച്ചാൽ മതി. GST മോനാക്കി എന്ന് പഠിച്ചാൽ ഈ ഓർഡറിൽ കിട്ടും. അപ്പം ജ്ഞാനപീഠം നേടിയ മലയാളികൾ 6 പേരാണ്. ഈ ഒരു കോഡിൽ നിങ്ങൾക്കത് യൂസാക്കി കിട്ടും. 65-ൽ ജി ശങ്കരക്കുറുപ്പ്, 80-ൽ SK പൊറ്റക്കാട്, 84-ൽ തകഴി ശിവശങ്കരപിള്ള, 95-ൽ MT വാസുദേവൻ നായർ, 2007-ൽ ONV കുറുപ്പ്, 2019-ൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇതാണ് 6 മലയാളികൾ. ഇതിൽ ഈ 2 പേർക്ക് മാത്രമേ കൃതികൾ പറയേണ്ട കാര്യമുള്ളൂ. കാരണം 82-ന് മുമ്പുള്ളവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതി ഓടക്കുഴൽ, ഇദ്ദേഹത്തിൻ്റെ കൃതി ഒരു ദേശത്തിൻ്റെ കഥയാണ്. SK പൊറ്റക്കാടിൻ്റെ കൃതി ഒരു ദേശത്തിൻ്റെ കഥ. ജ്ഞാനപീഠം നേടുന്ന അവസാന മലയാളി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് ജ്ഞാനപീഠം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും. മലയാളി എന്നല്ല, ജ്ഞാനപീഠം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മലയാളികളുടെ ഇത് അറിയാം. ഇനി ജ്ഞാനപീഠ പുരസ്കാരം 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023, 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 2 പേർക്കായിട്ടാണ് കിട്ടിയത്. ഒന്ന് രാമഭദ്രാചാര്യ, സ്വാമി രാമഭദ്രാചാര്യ, അദ്ദേഹം സംസ്കൃത ഭാഷയും ഗുൽസാർ അദ്ദേഹം ഉറുദു ഭാഷയുമാണ്. അപ്പോൾ രാമഭദ്രാചാര്യ സംസ്കൃത ഭാഷയും ഗുൽസാർ ഉറുദു ഭാഷയുമാണെന്നറിയുക. ഇനി 2024-ലെ 59ാമത് ജ്ഞാനപീഠ ജേതാവ്, 2024-ലെ 59ാമത്തെ ജ്ഞാനപീഠ ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി സാഹിത്യകാരനാണ് അദ്ദേഹം. വിനോദ് കുമാർ ശുക്ല, അദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണെന്ന് അറിയുക. ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. അടുത്തോർമ്മിക്കാം, വിനോദ് കുമാർ ശുക്ലയെക്കുറിച്ച് 2 വാക്ക്. വിനോദ് കുമാർ ശുക്ല ഇപ്പോഴത്തെ ജ്ഞാനപീഠ ജേതാവാണ്. 59ാമത് ജ്ഞാനപീഠ ജേതാവാണ്. ഹിന്ദി സാഹിത്യകാരനാണ്. അദ്ദേഹം ഹിന്ദിയിൽ നിന്നുള്ള 12ാമത്തെ ജേതാവാണ്. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൽ നിന്നുള്ള 12ാമത്തെ ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. അതുമാത്രമല്ല, ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജേതാവ് കൂടെയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ ജേതാവ് കൂടെയാണ് വിനോദ് കുമാർ ശുക്ല എന്നറിയിക്കുക. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. അതുപോലെ 1999 ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 99-ൽ 71-ൽ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ച ലഗ്ബാഗ് ജയ്ഹിന്ദ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. 2020-ൽ ഇദ്ദേഹം രചിച്ച ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകത്തിന് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ 2 പോയിന്റ് നിങ്ങൾ നോക്കുക. ഹിന്ദിയിൽ നിന്നുള്ള 12ാമത്തെ സാഹിത്യകാരനെന്നും അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജേതാവെന്നും ഉള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ക്ലിയർ ആണോ? അപ്പോൾ ഇദ്ദേഹമാണ് വിനോദ് കുമാർ ശുക്ല എന്നോർമ്മിക്കുക. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകുന്നു. കേട്ടോ, ഇത് നേടിയ ആദ്യ വനിതയാണ് ആശാ പൂർണാദേവി, ബംഗാളി റൈറ്ററാണ്. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിതാ ജേതാവ് ആശാ പൂർണാദേവി 1976-ലാണ്, ബംഗാളി റൈറ്ററാണ്. ആദ്യ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള ആദ്യ എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ് 54ാമത്തെ ജേതാവായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 59ആയി.
ഇപ്പോൾ 59ആയി. അക്കിത്തം 55-ാമത്തെ ജേതാവായിരുന്നു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 55-ാമത്തെ ജേതാവായിരുന്നു അറിയുക. അപ്പോൾ ഇതാണ് ജ്ഞാനപീഠ പുരസ്കാരം, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വ്യാസ സമ്മാൻ. മറ്റൊരു വലിയൊരു പുരസ്കാരമാണ് വ്യാസ സമ്മാൻ. വ്യാസ സമ്മാൻ ഇന്ത്യയിലെ ഹിന്ദി സാഹിത്യത്തിന് നൽകുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണ് വ്യാസ സമ്മാൻ. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദി സാഹിത്യത്തിന് മാത്രമേ വ്യാസ സമ്മാൻ നൽകാറുള്ളൂ. ഇന്ത്യയിൽ ഹിന്ദി സാഹിത്യത്തിന് മാത്രമേ വ്യാസ സമ്മാൻ നൽകാറുള്ളൂ. അപ്പോൾ ഇത് നൽകുന്നത് ബിർള ഫൗണ്ടേഷനാണ്. വ്യാസ സമ്മാൻ നൽകുന്നത് ബിർള ഫൗണ്ടേഷനാണ്. അത് ആദ്യമായി നൽകിയത് 91-ൽ രാം വിലാസ് ശർമ്മ എന്ന വ്യക്തിക്കാണ്. അപ്പോൾ 91-ൽ രാം വിലാസ് ശർമ്മയ്ക്കാണ് ആദ്യമായിട്ട് എന്ത് കിട്ടിയത്? വ്യാസ സമ്മാൻ ലഭിച്ചത്. ഇതിൻ്റെ സമ്മാന തുക 4 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ സമ്മാന തുക 4 ലക്ഷം രൂപ. അപ്പോൾ വ്യാസ സമ്മാൻ പറഞ്ഞു, ഹിന്ദി സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരം ബിർള ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയത്. ആദ്യം നൽകിയത് 91-ൽ രാം വിലാസ് ശർമ്മയാണ്. സമ്മാന തുക 4 ലക്ഷം രൂപയാണെന്ന് അറിയുക. അടുത്തത് വ്യാസ സമ്മാൻ. ഓക്കെ, ഇദ്ദേഹം 2024-ലെ 34ാമത് എണ്ണം പഠിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ജ്ഞാനപീഠം പഠിച്ചപ്പോൾ 59-ാമതായിരുന്നു ലേറ്റസ്റ്റ് വിന്നർ. ഇവിടെ 34-ാമതാണ്. ജേതാവിൻ്റെ പേര് സൂര്യബാല എന്നാണ്. അപ്പോൾ 2024-ലെ 34-ാമത് വ്യാസ സമ്മാൻ ജേതാവ് സൂര്യബാലയാണ്. കൃതി കോൺ ദേശ് കോ വാസി വേണു കി ഡയറി എന്നാണ് കൃതിയുടെ പേര്. കോൺ ദേശ് കോ വാസി വേണു കി ഡയറി. അതുപോലെ 2023-ലെ 33-ാമത് ജേതാവ് പുഷ്പഭാരതിയാണ്. 2023-ലെ 33-ാമത് ജേതാവ് പുഷ്പഭാരതി, കൃതി യാദേൻ. അതിനു മുമ്പ് കിട്ടിയത് ഗ്യാൻ ചതുർവേദി, കൃതി പാഗൽ ഖാന എന്നാണ്. അപ്പോൾ നമ്മുടെ ജേതാവിനെ നോക്കുക. 34-ാമത് വ്യാസ സമ്മാൻ ജേതാവ് ആരാണ്? സൂര്യബാല എന്നോർക്കുക, മറക്കരുത്, സൂര്യബാല. അടുത്തത് സരസ്വതി സമ്മാൻ. അപ്പോൾ നമ്മൾ ജ്ഞാനപീഠം പഠിച്ചു, ആ കാറ്റഗറിയിൽ വ്യാസ സമ്മാൻ പഠിച്ചു. ഇതാ പഠിക്കാൻ പോകുന്നു മറ്റൊരു പുരസ്കാരം, സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ ആരംഭിച്ച വർഷം 91-ൽ തന്നെയാണ്. ഓക്കെ, അതിലെ സമ്മാന തുക 15 ലക്ഷം രൂപയാണ്. സരസ്വതി സമ്മാനം 15 ലക്ഷം രൂപയാണ്. നൽകുന്നത് കെ ബിർള ഫൗണ്ടേഷൻ തന്നെയാണ്. കെ ബിർള ഫൗണ്ടേഷൻ. ആദ്യ ജേതാവ് ഹരിവംശ് റായ് ബച്ചൻ. ഇത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള 8-ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന 22 ഭാഷകളിലെ ഗദ്യ പദ്യ സാഹിത്യ കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന 22 ഭാഷകളിലെ ഗദ്യ പദ്യ സാഹിത്യ കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച മികച്ച കൃതികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ പ്രസിദ്ധീകരിച്ച മികച്ച കൃതികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. 34-ാമത് സരസ്വതി സമ്മാൻ 2024 24-ആണ്. 25-ൽ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. നമ്മൾ 24 എന്ന് പഠിച്ചാൽ മതി കേട്ടോ. 25-ൽ എന്ന് പറയുമെങ്കിലും 24-ആണ്. കാരണം 25-ൽ ആണിത് പ്രഖ്യാപിക്കുന്നത്. 24-ല് പുരസ്കാര ജേതാവ് മഹംഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് ആണ് വിജയി. അപ്പോൾ 2024-ല് ജേതാവ് 34-ാമത്തെ ജേതാവ് മഹംഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. നന്നായിട്ട് പഠിച്ചോളുക. മഹംഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ. എന്നാണ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ. സ്വാമിനാരായണ സംസ്കൃത കൃതിയാണ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ. സരസ്വതി സമ്മാൻ നേരിട്ടുള്ള മുൻ ആളുകൾ നമുക്ക് നോക്കാം. പ്രഭാവർമ്മയാണ്. ഏത് കൃതിക്കാണ് പ്രഭാവർമ്മ? തൊട്ട് മുമ്പിൽ കിട്ടിയത് 33-ാമത്തെ സരസ്വതി സമ്മാന ജേതാവ് മലയാളിയായ പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. കൃതിയുടെ പേര് രൗദ്രസാത്വികം. അതൊരു കവിതാ സമാഹാരമാണ്. സരസ്വതി സമ്മാൻ. അപ്പോൾ നമ്മൾ 34-ാമത്തെ ജേതാവിനെ പഠിച്ചു. 34 ആരാണ്? മഹംഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് സ്വാമിനാരായണ സിദ്ധാന്ത സുധാ. കൃതി സംസ്കൃതമാണ്. ഇതാ 4 മലയാളികൾ. സരസ്വതി സമ്മാൻ നേടിയ മലയാളികളുടെ എണ്ണം 4 നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. 1 ബാലാമണിയമ്മ. അപ്പോൾ സരസ്വതി സമ്മാൻ നേടിയ ആദ്യ ജേതാവ് മലയാളി ബാലാമണിയമ്മ, നിവേദ്യം എന്ന കൃതി. രണ്ടാമത് അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന നോവലിനാണ്, എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയത്. അതേപോലെ 2012-ൽ സുഗതകുമാരിയുടെ മണലെഴുത്ത്, അതും കവിതാ സമാഹാരമാണ്. 2023-ൽ കിട്ടിയത് പ്രഭാവർമ്മയ്ക്ക് രൗദ്രസാത്വികം. ഓക്കെ, അപ്പം 4 മലയാളികളാണ്. ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി, പ്രഭാവർമ്മ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച 4 പ്രധാനപ്പെട്ട കേന്ദ്ര പുരസ്കാരങ്ങളാണുള്ളത്. 1 ജ്ഞാനപീഠം, വ്യാസ സമ്മാൻ,
സരസ്വതി സമ്മാൻ, ഒരെണ്ണം കൂടെ ഉണ്ട് JCB പുരസ്കാരം. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് 2 വാക്ക് പറയാം. JCB നോട്ട് ചെയ്തോളൂ കേട്ടോ. JCB പുരസ്കാരം. അപ്പോൾ JCB പുരസ്കാരത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. JCB പുരസ്കാരം ആരംഭിച്ചത് 2018 അറിയുക. JCB പുരസ്കാരം നൽകി തുടങ്ങിയത് 2018. ഇന്ത്യയിലെ സാഹിത്യ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരം. പക്ഷേ ജ്ഞാനപീഠം എന്തായിരുന്നു? ഇന്ത്യയിലെ സാഹിത്യ രംഗത്തെ പരമോന്നത പുരസ്കാരം. പക്ഷേ 11 ലക്ഷം രൂപയെ സമ്മാനത്തുകയുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് ഏത്? JCB പുരസ്കാരം എന്ന് ഓർമ്മിക്കുക. ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ. ഇത് ആരംഭിച്ച വർഷം 2018. ആദ്യ ജേതാവ് നമുക്ക് അഭിമാനിക്കാം മലയാളി തന്നെയാണ്, ബെന്യാമിനാണ്. ബെന്യാമിൻ. ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്ന കൃതികൾക്കാണ് നൽകുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്ന കൃതികൾക്കാണ് നൽകുന്നത്. അപ്പോൾ ഈ ബെന്യാമിൻ്റെ കൃതിയാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ജാസ്മിൻ ഡേയ്സ് എന്നാണ്. അതിനാണ് 2018 കിട്ടിയതെന്ന് ഓർമ്മിക്കുക. അത് കഴിഞ്ഞ് അടുത്ത മലയാളി വന്നത് 2020 എസ് ഹരീഷ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൃതി മീശ എന്നാണ്. മീശ എൻ്റെ ഇംഗ്ലീഷ് മൊസ്റ്റാഷ് എന്ന് പറയും. അതുപോലെ അടുത്ത മലയാളി വന്നു 2021 എം മുകുന്ദൻ വന്നു. അദ്ദേഹത്തിൻ്റെ കൃതി ദില്ലി ഗാഥകൾ എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഡൽഹി എ സോളിലോക്കി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് 3മാണ് മലയാളികൾ. JCB പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ്. 25 ലക്ഷം രൂപ. പരിഭാഷകനായ വ്യക്തിക്ക് 10 ലക്ഷം രൂപയും കിട്ടും. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ മാത്രമേ ഈ സമ്മാനം കിട്ടുള്ളൂ. 3 മലയാളികൾ പഠിച്ചോളുക: ബെന്യാമിൻ, ഹരീഷ്, എം മുകുന്ദൻ. 2023 2024 ജേതാക്കൾ ആരെന്ന് നോക്കാം. 2023 പെരുമാൾ മുരുകൻ, തമിഴ് നോവലിസ്റ്റായ പെരുമാൾ മുരുകൻ്റെ ആലണ്ടപ്പാച്ച് എന്ന കൃതിക്കാണ്. ആലണ്ടപ്പാച്ച്, അതിൻ്റെ ഇംഗ്ലീഷ് ദി ഫയർ ബേർഡ് എന്നാണ്. എങ്കിൽ 2024 ഇംഗ്ലീഷിൽ തന്നെ എഴുതിയതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഉപമന്യു ചാറ്റർജി. അപ്പോൾ ഇദ്ദേഹം 2024 JCB പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി. കൃതിയുടെ പേര് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നാണ്. കൃതിയുടെ പേര് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ്. ഓർമ്മിച്ച് വെച്ചോളുക. ഓക്കെ, അപ്പോൾ ഇതാണ് JCB പുരസ്കാരം. അപ്പം ജ്ഞാനപീഠം പഠിച്ചു, സരസ്വതി പഠിച്ചു, വ്യാസ സമ്മാൻ പഠിച്ചു, JCB പുരസ്കാരം പഠിച്ചു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2024. നമ്മൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പഠിച്ചതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യം, അത് പല ഭാഷകളിലുണ്ടെങ്കിലും നമ്മൾ മലയാളം മാത്രം ഇങ്ങനെ എടുക്കുക. 3 കാറ്റഗറിയാണ് നോക്കാം. ഒന്ന്, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് K ജയകുമാറാണ്. കൃതിയുടെ പേര് പിങ്കള കേശിനി എന്നാണ്. പിങ്കള കേശിനി അതെന്താണ്? ഒരു കവിതാ സമാഹാരമാണ്. എങ്കിൽ ഇതേ കാറ്റഗറിയിൽ 2023 EV രാമകൃഷ്ണനാണ്. അതെന്താണ്? മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നാണ് കൃതിയുടെ പേര്. 23, 24 കൂടെ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കൃതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ യുവ പുരസ്കാരം. അത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ മീശക്കള്ളൻ എന്നൊരു കൃതി ഓർമ്മിച്ച് വെച്ചോളുക. 2024 ശ്യാം കൃഷ്ണൻ എഴുതിയ മീശക്കള്ളൻ എന്ന ചെറുകഥ ഇനിയും ചോദിക്കും. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ശ്യാം കൃഷ്ണനാറിൻ്റെ മീശക്കള്ളൻ എന്ന ചെറുകഥയാണ്. ഓക്കെ, 23 ഗണേഷ് പുത്തൂറിൻ്റെ അച്ഛൻ്റെ അലമാര എന്ന കവിത. 23 നോക്കണമെന്നില്ല, 24 നോക്കുക. ഇനി വരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ ബാലസാഹിത്യ പുരസ്കാരം. കേന്ദ്ര സാഹിത്യത്തിൽ പല കാറ്റഗറി. നേരത്തെ യുവ പുരസ്കാരമായിരുന്നു, ഇനി ബാലസാഹിത്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 എണ്ണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2024 ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ്. അപ്പോൾ ചോദിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി. തെറ്റിപ്പോകല്ലേ, നമ്മൾ നേരത്തെ ബാലസാഹിത്യ അക്കാദമി അവാർഡ് പഠിച്ചു. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കേരള സംസ്ഥാനത്തുള്ളതാണ്. ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ അൽഗോരിതങ്ങളുടെ നാട്. 24, 23 പ്രിയ ASൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. പ്രിയ ASൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കുമാണ് കിട്ടിയതെന്ന് ഓർമ്മിക്കുക. ഇതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് ഓർമ്മിക്കുക. അടുത്തതിലേക്ക് വരുന്നു രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. നമുക്കറിയാം ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അതിൽ ഒരു 3-4 പേരുടെ പേര് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഒന്ന്, പുതുതായി ഏർപ്പെടുത്തിയ ഒരു ശാസ്ത്രരംഗത്തെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന, അപ്പോൾ ശാസ്ത്രരംഗത്തെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം.
ഈ പ്രഥമ വിജ്ഞാൻ രത്ന ഇതിനകത്ത് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാൻ രത്ന പുരസ്കാരം, അതുപോലെ വിജ്ഞാൻ ശ്രീ, വിജ്ഞാൻ ടീം, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. അതിൽ വിജ്ഞാൻ രത്ന പുരസ്കാര ജേതാവ് ഗോവിന്ദരാജൻ പത്മനാഭൻ ഗോവിന്ദരാജൻ പത്മനാഭൻ എന്നാണ് ഇതിലെ വിജ്ഞാൻ രത്ന പുരസ്കാരം. അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഈ പേര് ഇതുവരെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൾക്കാരുടെ പേരല്ല ചോദിച്ചത്. എന്താണ് ശാസ്ത്രരംഗത്തെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചു. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമാണ്. ഇനി വിജ്ഞാൻ ടീം, ഒരു ടീമായിട്ടുള്ളത് ചന്ദ്രയാൻ 3 ടീമാണ്. ചന്ദ്രയാൻ 3 ടീമാണ് കേട്ടോ. ചന്ദ്രയാൻ ആൻഡ് ടീമല്ല, ചന്ദ്രയാൻ 3 ടീമാണ്, ഓർമ്മിക്കുക. ചന്ദ്രയാൻ 3 ടീമിനാണ് അത് കിട്ടിയത്, വിജ്ഞാൻ ടീം. അതുപോലെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയ മലയാളികളാണ് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ ഡോക്ടർ റോക്സി മാത്യു പോൾ. അപ്പോൾ ഇത്രയും മതി, അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഈ ഒരു 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവിന്ദരാജൻ പത്മനാഭൻ എന്ന പേരും വിജ്ഞാൻ ടീം കിട്ടിയത് നമ്മുടെ ചന്ദ്രയാൻ വിജയകരമായി പൂർത്തീകരിച്ച ചന്ദ്രയാൻ ഓഗസ്റ്റ് 23, 2023 വിജയകരമായി പൂർത്തീകരിച്ച ചന്ദ്രയാൻ 3 ആ ടീമിനാണ് എന്ത് കിട്ടിയത്, വിജ്ഞാൻ ടീം ആയിട്ട് കിട്ടിയതെന്ന് ഓർമ്മിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പുരസ്കാരമാണ്. ഇത് ഇൻ്റർനാഷണൽ പുരസ്കാരമാണ്. അപ്പോൾ ആബേൽ പുരസ്കാരം, നമുക്കറിയാം ആബേൽ പുരസ്കാരം കേട്ടിട്ടുണ്ടോ? ഗണിതശാസ്ത്ര നോബേൽ കണക്കിലെ നോബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം എന്നറിയുക. 2025 ആബേൽ പുരസ്കാര ജേതാവാണ് മസാക്കി കഷിവാര. 2025 ആബേൽ പുരസ്കാരം, നിങ്ങളറിയാം ആബേൽ മാത്സ് അല്ലേ, മാത്സ് പഠിക്കാൻ ഭയങ്കര കഷ്ടമല്ലേ, അങ്ങനെ ഓർത്താൽ മതി. മാത്സ് പഠിക്കാൻ ഭയങ്കര കഷ്ടമല്ലേ, മസ്തിഷ്കമൊക്കെ നല്ല കഷ്ടപ്പെടും കിടന്നു. അപ്പോൾ മസാക്കി കഷിവാര ഇദ്ദേഹം ജപ്പാൻ സ്വദേശിയാണെന്ന് ഓർമ്മിക്കുക. ജപ്പാനിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനാണ് മസാക്കി കഷിവാര. എന്തിനാണ് വെറുതെ ഒരാൾക്ക് ഇത് കൊടുക്കില്ലല്ലോ. കണ്ടോ, ഇദ്ദേഹം ചെയ്തത് സമമിതിയെക്കുറിച്ചുള്ള പഠനമാണ്. സമമിതി എന്ന് പറഞ്ഞാൽ സിമ്മട്രി എന്നാണ്. സിമ്മട്രി നമുക്കറിയാലോ, 2 ഭാഗം തുല്യമായിട്ടുള്ളത് സിമ്മട്രി. സമമിതിയെക്കുറിച്ചുള്ള ഗണിതശാസ്ത്ര സിദ്ധാന്തമായ റിപ്രസെൻറ്റേഷൻ തിയറിയിലും ആൽജിബ്രൈക് അനാലിസിസ് മേഖലയിലും നൽകിയ സംഭാവനകളാണ് ഈ പുരസ്കാരത്തിന് ഇദ്ദേഹത്തിനെ അർഹനാക്കിയത്. അപ്പോൾ പ്രധാനമായിട്ടും അവിടെ അടിക്കേണ്ട വാക്ക് സിമ്മട്രി അല്ലെങ്കിൽ സമമിതി എന്ന വാക്ക്. സിമ്മട്രി അല്ലെങ്കിൽ സമമിതി എന്ന വാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സിമ്മട്രി അല്ലെങ്കിൽ സമമിതി എന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഇദ്ദേഹം ജപ്പാനിൽ നിന്നുള്ള ആദ്യ ജേതാവ് കൂടിയാണ് കേട്ടോ. ഇദ്ദേഹം ജപ്പാനിൽ നിന്നുള്ള ആദ്യ ജേതാവാണ്. ആദ്യമായിട്ടാണ് ഒരു ജാപ്പനീസ് പൗരൻ ഈ അവാർഡിന് അർഹനാകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ജാപ്പനീസ് പൗരൻ ഈ അവാർഡിന് അർഹനാകുന്നത്. അപ്പോൾ 2024 മിഷേൽ തലാഗ്രാൻ എന്ന വ്യക്തിയും 2023 ലൂയിസ് കബറെല്ലി എന്ന വ്യക്തിയുമാണ് ഇത് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതൊക്കെ ഓർമ്മിക്കുക. 25 ഭയങ്കര കഷ്ടമാണ് മാത്സ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഓർമ്മിക്കുക, മസാക്കി കഷിവാര ജപ്പാനാണ് ആദ്യമായൊരു ജാപ്പനീസ് പൗരൻ ഈ അവാർഡിന് അർഹനാകുന്നത് എന്നുകൂടെ അറിയുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ ആബേൽ പുരസ്കാരം നമ്മൾ പഠിച്ചു. അതാ വരുന്നു കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സിനിമാ പുരസ്കാരം നമ്മുടെ മുമ്പിലെത്തി. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. അപ്പോൾ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നമുക്ക് നോക്കാം. അതിൽ ജൂറി ചെയർമാനാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ. അപ്പോൾ ഈ ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ ജൂറി ചെയർമാനാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ. മികച്ച സിനിമ ആയിട്ട് തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ. നമുക്കറിയാം IFFK എന്നൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന ടോപ്പിക്കിൽ അതിൽ ഒരുപാട് 5ഓളം അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അതിൻ്റെ സംവിധായകൻ മറക്കരുത്, ഫാസിൽ മുഹമ്മദ്. ഫെമിനിച്ചി ഫാത്തിമയെ ഓർത്ത് വെച്ചോ, പരീക്ഷകൾ ഉറപ്പായിട്ടും വരും ഫെമിനിച്ചി ഫാത്തിമ. എങ്കിൽ മികച്ച 2ാമത്തെ ചിത്രം സൂക്ഷ്മദർശിനി, MC ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനിയാണ് മികച്ച 2ാമത്തെ ചിത്രം, സൂക്ഷ്മദർശിനി. എങ്കിൽ മികച്ച ജനപ്രിയ ചിത്രം വരുന്നു അജയൻ്റെ 2ാം മോഷണം അല്ലെങ്കിൽ ARM എന്ന് പറയും. ARM ആരാണ്? ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM അല്ലെങ്കിൽ അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമയാണ് മികച്ച ജനപ്രിയ ചിത്രം. അതുപോലെ മികച്ച സംവിധായികയാണ് ഇന്ദുലക്ഷ്മി എന്നാണ് ആളിൻ്റെ പേര്. സിനിമ അപ്പുറം എന്ന സിനിമ മറക്കരുത്. അപ്പോൾ മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ, 2ാമത്തെ ചിത്രം സൂക്ഷ്മദർശിനി, ജനപ്രിയ ചിത്രം ARM, മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി എന്നറിയുക. 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടൻ ടോവിനോ തോമസ് ആണ്. നിങ്ങൾ സ്റ്റേറ്റ് അവാർഡ് വരെ കൺഫ്യൂഷൻ ആകരുത്. സ്റ്റേറ്റ് അവാർഡിൽ പൃഥ്വിരാജൊക്കെയാണ് വരുന്നത്. 54ാമത്തെ സ്റ്റേറ്റ് അവാർഡാണ്. അപ്പോൾ ഇവിടെ മികച്ച നടൻ ടോവിനോ തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ARM ഉണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയാണ്, ഓർമ്മിക്കുക. അതുപോലെ തന്നെ മികച്ച നടി നസ്രിയ നസീമും റിമ കല്ലിങ്കൽ 2 പേരാണ് മികച്ച നടിമാർ. നസ്രിയ നസീമിന് സൂക്ഷ്മദർശിനി എന്ന സിനിമയും
റിമ കല്ലിങ്കലിന് തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയ്ക്കുമാണ് കിട്ടിയത് ഓർമ്മിക്കുക. ഇനി ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡിന് അർഹനായത് ജഗദീഷാണ്. അത് ഒരു ആദരവിനുള്ള പുരസ്കാരമാണ്. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് കിട്ടിയത് ജഗദീഷ്. അതിൽ തന്നെ മറ്റൊരു ആദരവിൻ്റെ ഒരു പുരസ്കാരമുണ്ട്. സമഗ്ര സംഭാവനകളെ മാനിച്ചു നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരത്തിന് അർഹനായത് വിജയകൃഷ്ണൻ എന്ന വ്യക്തിയാണ്. ചലച്ചിത്ര നിരൂപകനായ വിജയകൃഷ്ണൻ. ഇത്രയുമാണ് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറക്കരുത്, ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ നടൻ, നടി, സിനിമ, സംവിധാനം ഒക്കെ മറക്കരുത്. ഓക്കെ, നമ്മളപ്പോൾ ഇതുവരെയുള്ള നല്ല കുറച്ച് ടോപ്പിക്സാണ് പഠിച്ചത്. നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. നിങ്ങൾക്ക് അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം എന്താണ്, ഈ ഓരോ ടോപ്പിക്കും കേരളത്തിലെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു, 2-3 ഇൻ്റർനാഷണൽ കാര്യങ്ങളൂടെ പറഞ്ഞു. ഓക്കെ, സിനിമയെ പറഞ്ഞു. ഇനി ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാനുണ്ട്. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ പറയുന്നു, CPO ആയാലും എക്സൈസ് തുടങ്ങിയ എക്സാം ഉള്ളവർ അതിനകത്ത് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും. അതാണ് നിങ്ങളുടെ മാർക്കിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് മിസ്സാകാതെ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിലേക്ക് വരിക, നമ്മുടെ ആപ്പിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു.